താറോക്സിന്റെ 19 ഇഞ്ച് വീൽ അയച്ചിട്ടുള്ള പരിപാടി എന്താണെന്നറിയോ നിങ്ങൾക്ക്? ഞാൻ പറഞ്ഞുതരാം. താറോക്സിനൊക്കെ PPF ചെയ്യുന്നുണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്യണം. ഇതിൽ വരുന്ന ക്ലാഡിങ്സ് ആയാലും പുറകിൽ വരുന്ന സ്റ്റെപ്പിനീൻ്റെ ഹോൾഡർ ആയാലും ഈ സൈഡ് പോർഷനിലേക്ക് വരികയാണെങ്കിൽ ഇതിൻ്റെ ക്ലാഡിങ്സ്, ഇനി സൈഡ് സ്റ്റെപ്പ് നമുക്ക് അഴിക്കാനുണ്ട്, ഇവിടെ കുറേ പോർഷൻസ് അഴിക്കാനുണ്ട്, ഈ മിറർ നമ്മൾ അഴിക്കും, ഈ 4x4 ബാഡ്ജിങ് നമ്മൾ അഴിക്കും, ഫ്രണ്ടിലുള്ള ബമ്പർ ഗ്രില്ല് ഒക്കെ നമ്മൾ അഴിച്ചിട്ടുണ്ട്. അല്ല മാഷേ, ഇതൊക്കെ അഴിച്ചെടുത്തിട്ട് എന്താ നിങ്ങളെ പരിപാടി എന്നല്ല നിങ്ങൾ ആലോചിക്കുന്നത്. ഇതിൽ ക്ലാഡിങ്സ് ഒക്കെ അഴിച്ചെങ്കിലേ നമുക്ക് ഈ ക്ലാഡിങ്ങിൻ്റെ പോർഷനിലേക്കൊക്കെ PPF ഇങ്ങനെ കയറ്റി ചെയ്യാൻ പറ്റുള്ളൂ. ഈ ഡോർ ബീഡിങ് നോക്കും നിങ്ങൾ, ഈ സൈഡ് ബീഡിങ്ങിലേക്കൊക്കെ നമുക്ക് അകത്തേക്ക് കയറ്റി ചെയ്യണം. ഈ ഒരു പെർഫെക്ഷൻ എന്ന് പറയുന്ന കാര്യം നമ്മൾ PPF ചെയ്യുമ്പം ശ്രദ്ധിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ വാങ്ങിക്കുന്ന പൈസക്ക് നമ്മളൊരു വാല്യൂ കൊടുത്തിട്ടില്ല എന്ന് നമുക്ക് തന്നെ തോന്നും. കാരണം എന്താ, ഇത്രയും വലിയ ഇൻവെസ്റ്റ്മെൻറ്റോട് കൂടി ചെയ്യുന്നൊരു വർക്ക് പെർഫെക്ഷൻ ആയിരിക്കണം. നമ്മൾ 7 കൊല്ലം വാറണ്ടി 11 കൊല്ലം വാറണ്ടി എന്നൊക്കെ വായിൽ പറഞ്ഞുകൊണ്ട് കാര്യമില്ലല്ലോ. ഇതൊക്കെ നിങ്ങൾക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ചെയ്യുന്ന വർക്ക് പ്രോപ്പർ ആയിരിക്കണം. അങ്ങനെ നിങ്ങൾക്ക് ധൈര്യത്തിൽ നമ്മളടുത്ത് വർക്ക് തരാം. എത്ര ഇൻവെസ്റ്റ്മെൻറ്റ് നിങ്ങൾ മുടക്കുന്നു എന്നുള്ളതിലല്ല, അതെങ്ങനെ നമ്മൾ ചെയ്തു തരുന്നതിലുള്ളതിലാണ് കാര്യം. അത് നിങ്ങൾ ആലോചിക്കുക. ഓക്കെ, താങ്ക് യു.